സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വ തിരുനാൾ. സഭയുടെ ശുശ്രൂഷ ദിയാക്കോണിയായുടെ മൂർത്തഭാവമാണ് ഈ വിശുദ്ധൻ. പരിശുദ്ധാത്മാവിനാലും ജ്ഞാനത്താലും നിറഞ്ഞവൻ. അതിനാൽ തന്നെ പരിശുദ്ധാത്മാവിനോട് മല്ലിടരുതെന്ന് തൻ്റെ മരണനേരവും നമ്മോട് വിളിച്ചു പറഞ്ഞവൻ. കൃപയാലും ദൈവിക ശക്തിയാലും നിറഞ്ഞ് ജനമധ്യേ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവൻ. സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളാണ് സ്തെഫാനോസിനോട് എതിരിട്ട് വന്നതെന്നതും ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. സിനഗോഗ് ഓഫ് ദ ലിബർട്ടൈൻസ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വ സ്ഥാനത്തിൽ നിന്നുളവാകുന്ന സ്വാതന്ത്ര്യം എന്തെന്ന് ഇത് നമ്മെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചൊരു പ്രമേയവുമാണല്ലോ ഇത്. ദൈവകുഞ്ഞാടിനെ ജീവിതം കൊണ്ട് വിടാതെ അനുഗമിക്കുന്നവരെ കാത്തിരിക്കുന്ന ഒരു വിജയകിരീടമുണ്ട്. വെളിപാട് 2:10, യാക്കോബ് 1:12. സ്തെഫാനോസ് എന്ന പേരിൻ്റെ അർത്ഥം പോലും ഈ വിജയകിരീടമെന്നാണല്ലോ. ക്രിസ്തുവിനോടൊപ്പം മരിച്ചുവെന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ പോലെ മരണം എന്നൊരു ഖ്യാതിയും ഈ വിശുദ്ധനെ കാത്തിരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അന്ത്യമൊഴികൾ പോലെയാണ് ഇവൻ്റേതും. തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അവൻ കണ്ണുകൾ അടച്ചത്. മാത്രമല്ല, തൻ്റെ ഘാതകരോട് താൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ ഈ വിശുദ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞത്: കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾക്കെതിരെ ഈ തിന്മ ഉയർത്തിപ്പിടിക്കരുതേ എന്ന്. യേശു കർത്താവും ദൈവവുമാണെന്ന് ആ മരണമുഖത്ത് പോലും എത്രയോ വ്യക്തമായി ശക്തമായി അവൻ പ്രസ്താവിക്കുകയാണ്. അവൻ കണ്ണുകൾ അടക്കുകയായിരുന്നില്ല, പകരം അവ തുറക്കപ്പെടുകയാണ് ചെയ്തത്. സ്വർഗം തുറന്ന് അവൻ മനുഷ്യപുത്രനെ കാണുന്നു. ലോകം നമ്മെ പീഡിപ്പിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ അധരങ്ങളിൽ അവിടുന്ന് സുവിശേഷം വിരിയിക്കും. നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് നമ്മൾ ദൈവമക്കളാണ്. ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യപുത്രനായതിൽ ഈ സ്നേഹത്തിൻ്റെ പരമപരിശുദ്ധ വിനിമയം, പരിണാമം പൂർത്തിയാവുകയാണ്.